ഇടുക്കി വണ്ണപ്പുറം മുള്ളരിങ്ങാട്ട് അമേത്തൊട്ടിയിൽ കാട്ടാന യുവാവിന്റെ ജീവൻ അപഹരിച്ചിട്ട് ഇന്ന് ഒരു മാസം പിന്നിടുകയാണ്. മുള്ളരിങ്ങാട് മേഖല ഇന്നും കാട്ടാന ശല്യത്താൽ വലയുകയാണ്. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത് തടയാൻ പ്രദേശവാസികൾ രാത്രികാലങ്ങളിൽ ഉറക്കം ഉപേക്ഷിച്ച് ദിവസങ്ങളായി കാവലിരിപ്പാണ്. മുള്ളരിങ്ങാട് മേഖലയിലെ കാട്ടാന ശല്യത്തിന് ഇപ്പോഴും അറുതിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ രാത്രികാല കാഴ്ച. ഞങ്ങളിവിടെ എത്തുമ്പോൾ സമയം 7:30 മണി. ഈ റോഡ് വഴി നിരവധി പേരാണ് ഈ സമയത്ത് കടന്നു പോകുന്നത്. അവരെ സുരക്ഷിതമായി ഈ വഴിയിൽ നിന്ന് കടന്നു പോകാൻ നാട്ടുകാർ കൂടി അവർ തീ കത്തിച്ച് അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചൊക്കെ ആനയെ തുരത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോഴും അതിരൂക്ഷമാണ് മുള്ളരിങ്ങാട് മേഖലയിലെ കാട്ടാന ശല്യം. ഇടുക്കി മുള്ളരിങ്ങാടിനെ ഭീതിയിലാഴ്ത്തി കാട്ടാനകൾ ഇപ്പോഴും വിലസുകയാണ്. രാത്രി 7 മണി മുതൽ ചാത്തമറ്റം മുള്ളരിങ്ങാട് വഴിയിലും വെള്ളക്കയം തലക്കോട് വഴിയിലും കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. 2000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മുള്ളരിങ്ങാട് മേഖലയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് ജോലിക്ക് പോയി രാത്രി മടങ്ങുന്നവർ നിരവധി പേർ. ഇരുട്ട് വീഴും മുമ്പ് വീടെത്താൻ ശ്രമിക്കുന്നവർ. അവർക്കായി സുരക്ഷയൊരുക്കി പ്രദേശവാസികൾ വഴിയൊരുക്കുകയാണ്. ഇടയ്ക്ക് ഇവിടുന്ന് ഈ ആനയെ തുരത്തി അപ്പുറ സൈഡിലേക്ക് വിട്ടതാണ്. പിന്നീട് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ആന ഫെൻസിങ് പൊട്ടിച്ച് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, പിന്നെ സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. അവരുടെ സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് വാച്ചർമാരായ ഞങ്ങൾ വാച്ചർമാരും ഫോറസ്റ്റിലെ എല്ലാ സ്റ്റാഫുകളും രാത്രി ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ ഈ വനം തീരുന്നതിന്റെ ഭാഗം വരെ ഇങ്ങനെ തീയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ കാവൽ നിൽക്കുന്നത്. പല ആളുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് രാത്രി ഉറങ്ങാതെ മുഴുവൻ നേരവും ഉറങ്ങാതൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു ആളുകളുടെ അല്ലെങ്കിൽ ജീവിതത്തിനൊക്കെ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവരുടെ ജീവനെയും അവരുടെ സ്വത്തിനെയും ഒക്കെ സംരക്ഷിക്കുന്നതിനാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ഒപ്പം വനംവകുപ്പിന്റെ വാച്ചർമാരും ഇവർക്കൊപ്പം ഉണ്ട്. രാത്രിയോടടുക്കും തോറും വാഹനങ്ങളുടെ എണ്ണം കുറയും. അതോടെ കാട്ടാനകൾ മുള്ളരിങ്ങാടിന്റെ വിവിധ മേഖലകളിൽ ഇറങ്ങിത്തുടങ്ങും. സമയം ഏതാണ്ട് 9 മണിയോട് അടുക്കുന്നു. മുള്ളരിങ്ങാട് നിന്ന് തലക്കോടേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നാട്ടുകാരാകെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. പുരുഷന്മാരായിട്ടുള്ള ആളുകൾ വഴിയിൽ ഇറങ്ങി നിന്ന് തൊട്ട് മുകളിൽ 2 ആനകളുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. കുറച്ച് ദൂരെ നിന്ന് കാണുമല്ലോ, അപ്പൊ നമ്മളവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ സൈഡായിട്ട് നിൽക്കും. ആന കടന്നതിന് ശേഷം നമുക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ റോട്ടിൽ ഒരു 10 പ്രാവശ്യം മേളിൽ ഞാൻ ഇപ്പൊ ഈ ആനനെ കണ്ടിട്ടുണ്ട്. ചില നുണ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. കാരണം വെച്ചാൽ വീട്ടിൽ നിന്ന് ഭാര്യമാര് പോലും ഞങ്ങളെ പുറത്തേക്ക് വിടില്ല. പക്ഷെ ഞങ്ങള് ഒന്നിനുമല്ല എന്നും പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ. പക്ഷെ ഞങ്ങളുടെ ഭാര്യമാരെയും പിള്ളേരെയും സംരക്ഷിക്കുന്ന കടമ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വരുന്നതാണ്. തേക്ക് പ്ലാന്റേഷന് സമീപമുള്ള മുള്ളരിങ്ങാട് പ്രദേശത്തെ രാത്രി യാത്രകൾ അതിഭീകരമാണ്. ഏത് നിമിഷവും കാട്ടാനകൾക്ക് മുമ്പിൽ അകപ്പെടാമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പിന്റെ പ്രദേശങ്ങളിൽ വരുന്ന അതിർത്തികളിലൊക്കെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന കടക്കാതിരിക്കാൻ മുള്ളരിങ്ങാട് നിവാസികൾ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വന്തമായി അവർ പണം പിരിവെടുത്തുകൊണ്ട് ജനറേറ്റർ സ്ഥാപിച്ച് പലയിടങ്ങളിലും ലൈറ്റ് കത്തിക്കുകയാണ് രാത്രികാലങ്ങളിൽ. ക്ഷമിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ തലയ്ക്കാ നിൽക്കണേ. അതിനും താഴത്തേക്ക് പോകാനില്ല, അവിടം വരെ എത്തിയാ നിൽക്കണേ. ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്നുകിൽ ഈ സാധനം ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടത്തി വിടുകയോ അതല്ലെങ്കിൽ ഇതിന് സുരക്ഷിതമായോ ഒന്നുകിൽ ട്രെഞ്ചും ഫെൻസിങ് 2 കൂടെ ഉണ്ടെങ്കിലേ നിൽക്കുള്ളൂ. ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് മാത്രം നിലനിൽക്കില്ല. ഫെൻസിങ് ആണെങ്കിൽ ആന തകർക്കും, ട്രെഞ്ച് ആണെന്ന് പറഞ്ഞാൽ കാലക്രമേണ അത് നികർന്നു വരും. നമുക്ക് അധികാരികളോട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പ്ലാന്റേഷൻ ജനവാസ മേഖലയാണ്. ഇവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-2000 വീടുകളുണ്ട് ഇവിടെ. ഈ 2000 വീടുകളിലെ ആൾക്കാർ ഒന്നുകൂടി ഇവര് വെടിവെച്ച് കൊല്ലുക, ഇല്ലെങ്കിൽ ആനേനെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിക്കുക. ഇതേ ചെയ്യാനുള്ളൂ, അല്ലാതെ ഫെൻസിങ് കൊണ്ട് കൂടി പ്രയോജനമില്ല ഇവിടെ. രാവിലെ ജോലിക്ക് പോകേണ്ടവർ രാത്രികാലങ്ങളിൽ കാവലിരിക്കുകയാണ് സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടി. ഇനിയൊരു ജീവനും കാട്ടാന അപഹരിക്കാതിരിക്കാൻ എത്ര നാൾ ഇങ്ങനെ തുടരും? മുള്ളരിങ്ങാട് നിവാസികൾ ചോദിക്കുന്നു. നേരം പുലർകാലമാകുന്നു. മുള്ളരിങ്ങാട് നിവാസികൾ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ 2.5 മാസക്കാലമായി ഇതാണ് സ്ഥിതി. വനം മന്ത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും
ഈ കാഴ്ചകളൊക്കെ കാണണം. 1 മാസം മുമ്പാണ് ഒരു യുവാവിൻ്റെ ജീവൻ ഇവിടെ കാട്ടാന അപഹരിച്ചത്. വാഗ്ദാനങ്ങളൊക്കെ ഏറെ ഉണ്ടായി. ഒരു നടപടി പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് ഈ നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശം എന്ന് പറയുന്നത് പ്ലാന്റേഷനാണ്, തേക്ക് പ്ലാന്റേഷൻ. ഇവിടെ ട്രെഞ്ച് താത്തുകയല്ലാതെ മറ്റൊരു മാർഗവും ഈ ആനകളെ തടുക്കാൻ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. സോളാർ ഫെൻസിങ്ങൾ പലപ്പോഴും ആന തകർക്കുകയും ചെയ്യുന്നു. പ്രതിവിധികളൊക്കെയും ഈ നാട്ടുകാർ തന്നെ പറഞ്ഞു തരുമ്പോൾ എന്തിനാണ് ഈ അമാന്തം? MN നിതീഷിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.